ദുനിയാവിൽ വെച്ച് ധാരാളം നന്മകൾ ചെയ്ത് സുഹൃതങ്ങൾ ചെയ്ത് നന്നായി നിസ്കരിച്ച നമ്മൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. സ്വർഗാവകാശിയായി മാറ്റി നിർത്തപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് അള്ളാഹുവിനോട് പറയുകയാണ്, പടച്ചോനെ, അവനെ സ്വർഗത്തിലേക്ക് വിടരുത്. ഞാൻ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് ധാരാളമായി കുറ്റം പറഞ്ഞ ആളാണ്. ചെയ്തതും ചെയ്യാത്തതുമായി ഇഷ്ടം പോലെ ഗീബത്തുകൾ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉടനെ നമ്മുടെ നന്മകളിൽ നിന്ന് അവന് എത്രമാത്രം ഈ ഗീബത്ത് കൊണ്ട് വേദനിച്ചിട്ടുണ്ടോ, എത്രമാത്രം ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര കാര്യങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ പറഞ്ഞത് എന്ന് പരിശോധിച്ച് അതിൻ്റെ കണക്കിനനുസരിച്ച് നമ്മുടെ നന്മകളിൽ നിന്ന് അയാൾക്ക് വീതിച്ചു കൊടുക്കുന്നു. വീണ്ടും മറ്റൊരാൾ വരുന്നു, അയാൾക്കും നന്മകൾ വീതിക്കുന്നു. വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ ധാരാളമായി ഗീബത്ത് പറയുന്ന, കുറ്റം പറയുന്ന, ഏഷണി പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെ എല്ലാവരും നമ്മുടെ നന്മകൾ കൊണ്ടുപോയി. ഇനി നമുക്ക് നന്മയില്ല. ഈ നന്മയില്ലാത്ത അവസ്ഥയിൽ മറ്റൊരാൾ കൂടെ കടന്നു വരുന്നു, നമ്മുടെ നന്മയ്ക്ക് അവകാശിയായി. ആ സമയത്ത് നാം ഗീബത്ത് പറയപ്പെട്ട ആ മനുഷ്യൻ്റെ തിന്മകളെടുത്ത് നമ്മുടെ ഏടിലേക്ക് കയറ്റുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും തിന്മകൾ കൂടി നാം നരകാവകാശിയായി മാറ്റി നിർത്തപ്പെടുന്നു. അവനാണ് ഏറ്റവും വലിയ മുഫ്ലിസ്, ഏറ്റവും വലിയ പാപ്പർ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വെറുത്ത, ദേഷ്യപ്പെട്ട, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനായ, നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട തെമ്മാടിയായി ജീവിച്ച ഒരു വ്യക്തി, നമ്മളെപ്പോലെ പല ആളുകളും അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. കുടിയനാണെന്നും ദുഷിച്ചവനാണെന്നും ഒരിക്കലും നിസ്കരിക്കാത്തവനാണെന്നും തുടങ്ങി ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞതെങ്കിലും ആ കാരണത്താൽ നമ്മുടെ നന്മകൾ എടുത്തുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും. അവൻ്റെ തിന്മകൾ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗം വിധിക്കപ്പെട്ടിരുന്ന നമ്മൾ നരകത്തിലേക്ക് ആപ്പതിക്കേണ്ടി വരും. ആ സമയത്ത് വിരൽ കടിച്ചതുകൊണ്ട് കാര്യമുണ്ടാവില്ല. തീർച്ചയായും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിജയം നമ്മുടെ നാവ് കൊണ്ടാണ്, നമ്മുടെ പരാജയവും നമ്മുടെ നാവ് കൊണ്ടാകും.